ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ സ്ക്രഞ്ചാണ് കാണിക്കുന്നത്. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം. അതിനായിട്ടൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബണ്ണെടുത്തിട്ടുണ്ട്, യാണും. എന്നിട്ട് ആദ്യം അതിനിങ്ങനൊരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട ശേഷം ഇനി ഹുക്കിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് യാണിനയിലൂടെ എടുത്തു. എന്നിട്ട് യാണിനെ ഗ്രാബ് ചെയ്ത് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തു. ഇനി വീണ്ടും ആ ലൂപ്പിനെ ഒന്ന് ജസ്റ്റ് പിടിച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ഉള്ളിലൂടെ കൊണ്ടുപോയി യാണിനെ അതിലൂടെ എടുത്തു. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ്. ഇങ്ങനെ അറൗണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. അപ്പം കുറച്ച് ചെയ്യുമ്പം ഒന്നിങ്ങനെ സ്റ്റിച്ചൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ അത് അറൗണ്ട് ഫുള്ളായി. ഇനി ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. ഇനി ചെയിൻ ഇടുക. നമുക്ക് എത്രയാണോ ആവശ്യമായിട്ട് തോന്നുന്നത് അത്രയും ചെയിൻ ഇടുക. 2, 3, 4, 5, 6, 7. എന്നിട്ട് തൊട്ടടുത്ത ചെയിനിൻ്റെ ഫുള്ളായിട്ടല്ല, പുറത്തെ ഭാഗത്തുള്ള ലൂപ്പിലൂടെ എടുത്തിട്ട് ജോയിൻ ചെയ്യാം. വീണ്ടും അത്ര തന്നെ, എത്ര നമ്പറാണോ ഫസ്റ്റ് ചെയിൻ ഇട്ട് അത്രയും നമ്പർ തന്നെ വീണ്ടും ഇടുക. എന്നിട്ട് അടുത്തതിൽ സെൻറ്ററിലൂടെ കൊണ്ടുപോയിട്ട് വലത് ഭാഗത്തുള്ള ലൂപ്പിലൂടെയാണ് എടുക്കുന്നത്. വീണ്ടും ചെയിൻ ഇടാം. ഇത് ആർക്കും ചെയ്യാം കേട്ടോ. ഇത് വെറും ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും മാത്രം യൂസ് ചെയ്തിട്ടില്ല. ക്രോഷ്യ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണിത്. അങ്ങനെ ആ റൗണ്ട് ഫുള്ളായിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് പോവാം. നമുക്കിപ്പോൾ ഒരു ഇങ്ങനത്തെ ഹെയർ സ്ക്രഞ്ചി ബണ്ണൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിലും നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് അത് ഇടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോഴൊക്കെ അവർക്കൊരു സന്തോഷമാണ്. ഇത് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരിക്കും കേട്ടോ. ഇത് അറിയാത്തവർക്കൊക്കെ ഇത് ഈ ആട് കൊണ്ട് ഉണ്ടാക്കിയതാണോ, ഇതും കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആ റൗണ്ട് കംപ്ലീറ്റ് ആവാൻ പോവാണ്. ലാസ്റ്റത്തെ ചെയിനിലേക്കും കൂടെ ചെയ്യാണ്. ഇനി നമ്മൾ ആ ചെയിനിൽ വലതുവശത്തുള്ളതിലല്ലേ ചെയ്തത്, ഇനി ഇടതുവശത്തുള്ള, അതായത് ഈ അറ്റത്തുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു പോവാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഓരോ ചെയിൻ കണ്ടോ അതിലൂടെ കൊണ്ടുപോവുക. ഇപ്പം നമ്മളെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഐഡിയക്ക് അനുസരിച്ച് ഓരോന്ന് ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇതാവണമെന്നില്ല. ചിലർക്ക് ഇത് കാണുമ്പോഴായിരിക്കും ഈ ഒരു ഡിസൈൻ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ തോന്നിപ്പോവാം. അപ്പോൾ അത്
കുറേ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൽ ഓരോ ഐഡിയാസ് വരും. ഈ ക്രോഷ്യ ക്രാഫ്റ്റൊക്കെ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും അത്. അപ്പം ഇത് ഇഷ്ടമായിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാട്ടോ ഓരോ ചെയിനിലൂടെ. ഞാനിടുന്ന വീഡിയോസ് സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതും കംപ്ലീറ്റായി. അത് കട്ട് ചെയ്തു, യാൺ കട്ട് ചെയ്തു, ടൈറ്റ് ചെയ്തു. ഇനി ബാക്കി വന്ന യാൺ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എടുത്തിട്ട് അതിന് ഉള്ളിലേക്കാക്കാം ആ യാണിനെ. എന്നിട്ട് ലാസ്റ്റ് വരുന്നത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മോളെ മുടിയിൽ ഞാനിട്ട് കാണിച്ചു തരാം. അപ്പോൾ ക്രോഷ്യ ചെയ്ത് പഠിച്ച് വരുന്നവരിതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെൽവെറ്റ് യാണിൽ ചെയ്തതാണ് കേട്ടോ, സെയിം പാറ്റേണിൽ തന്നെ. ഓക്കെ, താങ്ക് യു.